വളരെയധികം ജീപ്പ് ഉണ്ടാകണമെന്ന് ഇവിടെ ചാടി വളർന്നാണെന്നാണ് പറയുന്നത്. ഇവിടെ ചാടും പറയും ഇപ്പം ഏത് പരിവാ നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ പൈസ. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിന്റെ പുറത്തൂടെ വെള്ളം. അങ്ങനെ രാവിലെ തന്നെ നിലമ്പൂരത്തെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഞാനും അളിയനും കമ്പനിക്കാരുടെ സ്ഥലങ്ങൾ തപ്പി ഇറങ്ങി. ആകെ 4-3-7 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അവർക്ക് തെറ്റായ ഇൻഫർമേഷൻ പകർത്തല്ലേ നിങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി. അളിയന്റെ ക്യാരംസ് കളി കൊണ്ട് എല്ലാരും ഒന്ന് കിടുങ്ങി. അവിടെ ഇപ്പൊ എറണാകുളത്ത് അളിയന് ക്യാരംസ് കളിയാണോ പരിപാടി എന്ന് വരെ ചോദിച്ചു തുടങ്ങി. അവിടെ എന്താ ബോർഡ് മുഖത്തിറക്കല അവിടെ തന്നെ മട്ടന്റെ പേരുന്ന അതൊക്കെ അത് പോയ ഉറപ്പിച്ചോട്ടോ. കണ്ടോ ഫുഡ് തേടിക്കും. ശിവൻ ചെരിഞ്ഞ അങ്ങനെ ശിവനല്ലേ ചരിച്ചിരിക്കുന്നത് പോലല്ലേ ചരിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കണ്ടോ? തക്കാളിപ്പട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ട്. ഇവിടെ അവിടെ വണ്ടിപ്പൂട്ട് നടക്കുന്നു പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാൻ പോവാണ്. എന്തൊക്കെ വർത്താനാണ് അല്ല സെന്ററിൽ കൂടെ പോ. അത് തട്ടൂലാന്ന് പറഞ്ഞത്. തട്ടൂലാന്നാണ് സെന്ററിൽ കൂടെ നേരെ വിട്ടോ നേരെ വിട്ടോ നേരെ വിട്ടോ നേരെ നേരെ. അത് തട്ടിയിട്ടൊന്നുമില്ല. അത് നിന്നു. ഇനി റിവേഴ്സ് ഒന്നുമില്ല. ഇനി ഫ്രണ്ടിക്ക് തന്നെ. പിന്നെ പൊയ്ക്കാലേ ചാടലേട്ടോ. ഓന്റെ ഒരു കോൺഫിഡൻസ് കളയാൻ നിക്കല്ലേ. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇല്ലടോ. ഒരു ടയർ ഇവിടെ വണ്ടി എടുത്തോ. നമ്മളതില് വെറും 4 ആൾക്കാരെ പോകുള്ളൂ. ഞാൻ ഉണ്ടായില്ലേ ആ 4 ആളിൽ ജില്ല ജില്ല വണ്ടി മലപ്പുറത്ത് 2 പരിപാടികളുണ്ട്. ഒന്ന് കാളകൂട്ട് മത്സരമാണ്. അടുത്തതായിട്ടുള്ളതാണ് വണ്ടിക്കൂട്ട്. അതിപ്പോ നമ്മള് കാണാൻ പോവാണ്. നല്ല ക്രൗഡാണല്ലോ. നമ്മള് കുറച്ച് ലേറ്റ് ആയി തോന്നി. ഈ വണ്ടിയൊക്കെ അവിടെ ഇറങ്ങിയിട്ട് വരുന്നതാണെന്നാണ് ലുക്ക് കണ്ടിട്ട് തോന്നുന്നത്. അടുത്ത കൊല്ലം നമ്മള് വണ്ടി ഇറക്കും. അതാണ് അടുത്ത കൊല്ലം വിഷ്ണു മച്ചാൻ വണ്ടി ഇറക്കുന്നതാണ് ഉറപ്പായിട്ടും. വണ്ടി എന്തായാലും ഇറക്കും. അപ്പൊ ഇതാണ് മലപ്പുറത്തെ വണ്ടിപ്പൂട്ട്. ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. ഇവിടുത്തെ MLA വണ്ടി ഗ്രൗണ്ടിൽ ഇറക്കി ഓടിച്ച് തന്നെ ഉദ്ഘാടനം നടത്തുന്നതാണ്. ആ വണ്ടി അവിടെ താന്നു. അതിനെ വലിക്കാൻ വേണ്ടി ഇനിയിപ്പം ട്രാക്ടർ വരും. ട്രാക്ടർ ഉണ്ട് ഗ്രൗണ്ടിൽ തന്നെ. ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് ഇതാ ബഹുമാനപ്പെട്ട നമ്മുടെ MLA ലേഡി ഡ്രൈവറൊക്കെ ഉണ്ട്. ഈ ചേച്ചി ഒരു ഈ കിടക്കുന്ന ജീപ്പിന്റെ ഡ്രൈവറാണ് കേട്ടോ. നമുക്ക് വലിയൊരു കയ്യടിയോടുകൂടി നമ്മൾ ക്ഷണിച്ചപ്പോ നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. വലിയൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ഒരല്പസമയം നമ്മൾ നമ്മുടെ മത്സരം നിർത്തി വെച്ചിരിക്കുന്നു. ഒരു കുറഞ്ഞ സമയം മാത്രം. അതെ, അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. വണ്ടി ഓടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
പ്രിയപ്പെട്ടവര്, നിലമ്പൂർ ഒരുങ്ങുകയാണ്. നിലമ്പൂരിന്റെ വശ്യസൗന്ദര്യം ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ രാഷ്ട്രീയ ജാതി മത വീട്ടിലൊരു ജീപ്പ് ഉണ്ടാകണമെന്നുള്ളതാണ് ആഗ്രഹമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ വേദിയിലും ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാം അറിയാം ഈ വൈൽഡ് വീൽസ് അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ഉപകാരമാണെന്ന്. ഇതെല്ലാം ഇത് നമുക്ക് മുന്നിൽ തന്നെ കാണാവുന്നതാണ്. ഏതൊരു അവസ്ഥയിലും ഏതൊരു അപകടഘട്ടത്തിലും അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലും സഹായിക്കുന്ന ഒരു വിങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ വന്യജീവി ആത്മാവുകളും മറ്റു നിയമങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ നേരുന്നു. നമസ്കാരം. ഇനിയുമുള്ളവരെ ആവേശകരമായ ഒരുപാട് മത്സരങ്ങൾ ഇനി നടക്കാനുണ്ട്. നമ്മുടെ പെൺപുലികൾ ഇനി രംഗത്തിറങ്ങിയാണ്. ഉദ്ഘാടനത്തിന് ശേഷം അരിയാടൻ സ്വർഗത്തിന്റെ MLA വണ്ടിക്കാട്ട മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെൺപുലികൾ നമ്മുടെ നാടിന്റെ MLA ശ്രീമൻ ആര്യാടൻ സ്വർഗത്തിൽ നമ്മുടെ ഈ ആവേശകരമായ ഈ വണ്ടിവെട്ട് മത്സരത്തിൽ പങ്കാളികളാവുകയാണ്. തിരുവള്ളൂര് ശ്രദ്ധിക്കുക. തുരിഞ്ഞിറങ്ങിയ മകനാണ്. വാരിക്കൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന 40ഓളം വണ്ടികൾ മാറ്റിവെക്കുന്ന മത്സരത്തിൽ പെൺപുലികളടക്കം മത്സരത്തിലെത്തിയ ഈ ഒരു നിമിഷത്തിൽ ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ ഇവിടെ വലിയ വലിയ പദ്ധതികളാണ് കൊണ്ടുവരാൻ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഇതിനുശേഷം നമുക്ക് ഇനിയുള്ളത് MLA ചേറിൽ കുടുങ്ങി ഗൈസ്. സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നാടിനെ കുറിച്ചുള്ള ശ്രദ്ധ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഒരു പരിപാടി അങ്ങനെ MLAയുടെ വണ്ടി പിന്നെ ട്രാക്ടർ ഒന്ന് വലിച്ചു കയറ്റേണ്ടി വന്നു. അങ്ങനെ അതോടെ ഞങ്ങൾ പരിപാടികളിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത ഫോറസ്റ്റ് പിടിക്കാൻ നോക്കി. അങ്ങോട്ട് കയറണം. ഫോറസ്റ്റാ? പക്ഷെ ഇവിടെ എല്ലാവരും നിൽക്കുന്നതാണ്. ലൊക്കേഷൻ ഇത് നെടുങ്കായം ഫോറസ്റ്റ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത്, നെടുങ്കായം ഫോറസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനും പറയാനും ഉണ്ട്. പക്ഷേ ഉള്ളിലോട്ട് ചെന്നാലാണ് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് തിരിക്കാം അല്ലേ. നമുക്ക് എവിടെ തിരിക്കുന്നതിന് മുമ്പ് ആ ലൊക്കേഷൻ അയച്ചോട്ടെ. ഒരു മിനിറ്റ്. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിനുള്ളിൽ കുടുങ്ങി വഴി അറിയില്ല. ഇവിടെ വന്ന് പെട്ടും. പാമ്പാടി മറ്റേ ഏരിയ ആണിത് ആണല്ലേ. ഇവിടെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് നിമിഷം നമ്മൾ അവരെ കയ്യിൽ പെടും. അറുക്കും നമ്മൾ അറക്കും. അവര് കമ്പേ നിർത്തി കറക്കും. തീയുടെ അടിയില് കറക്കും. കറക്കും അവിടെ. കൗത്ത് വെട്ടോ ലെഫ്റ്റ് കയറി അങ്ങ് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ കൊറേ ഒഴിഞ്ഞ ഏരിയ കാണുന്നു. പിന്നെ ഒരു കവുങ്ങ്, പിന്നെ ഒരു വെള്ള പെയിന്റ് അടിച്ച വീട് കാണുന്നു. വെള്ളം കാട്ടില് പോയിട്ടിരിക്കും. എടാ കോഴി ഫാമാണോ? എടാ വെള്ളമൊന്നുമില്ല. ഹലോ, വിടാൻ പാടി അങ്ങനെ. കണ്ട് കിട്ടിയിരിക്കണ്. കിട്ടി നമ്മ പുള്ളിങ്കോ.
ഇത് എന്നാച്ച സ്ഥലം? ഇത് എന്നാച്ച സ്ഥലം? ഇത് എന്നാച്ച സ്ഥലം? ഇത് കണ്ട എഴുതിട്ടേക്കുന്നുണ്ട കഞ്ചാവ് MDMA തുടങ്ങിയ നിരവധി ലഹരി പോലീസ് എക്സൈസ് ജാഗ്രത തമിഴ്നാട്. എടാ നാറികളെ ഇത് നോക്ക്, ഇത് വായിച്ചു നോക്ക്. എന്നിട്ട് ഇവിടെ നിന്നാട് കടന്ന് കിലിങ് എല്ലായിടത്തും ഉണ്ട്. കണ്ടതല്ല ഇവിടെ നിൽക്കുന്നു. പോലെ വണ്ടിയോട് കുട്ടുന്ന കയ്യോട് ഭയങ്കര ശല്യാട്ടോ അമ്മടി പിടിച്ച് കുടിച്ചാളെ കൊണ്ട്. സത്യം ഈ വീഡിയോ കൂടെ കഴിയുമ്പോഴത്തേക്ക് നാളെ ഒരു മനുഷ്യ പറയുമല്ലോ. ഞാനൊക്കെ ഇല്ലാത്തോണ്ട് ഇവിടെ ആൾക്കാർ കൂടുന്നു. സത്യം അനീഷാലേ വെള്ളം കുറഞ്ഞല്ലേ? പറഞ്ഞ അല്ല ശരി. ആ ടൈമിൽ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണിക്കണ്ടേ ഭായി. അപ്പൊ ഇതാണ് ഇത്. എവിടെ ഇത് ടീക്കോ കോളനി അല്ലേ? ടീക്കോ കോളനി ഇതല്ലല്ലോ അല്ലേ? ളയും ചാടാൻ റെഡിയാ. ഇവിടെ ചാടാനാണെന്നൊക്കെയാണ് പറയണത്. ഇവിടെ ചാടി വളർന്നാണെന്നാണ് പറയുന്നത്. ഇവിടെ ചാടുമ്പോ അറിയിപ്പം ഏത് പരിവാവും. ദൈവമേ അവിടെ തന്നെ നിൽക്കും. ഒരങ്ങും അങ്ങനെ പോകുന്നു. ചാടിക്കോ. അയ്യ ഓ നരൻ, ഞാനൊരു നരൻ. എന്റെ മൈൻഡ് ഉണ്ടോ? എങ്ങനെ എന്റെ ഫാമിലിന്റെ ഉള്ളിലേക്ക് അവനെ കൊണ്ടുപോകും? അവിടുന്നൊക്കെ ഗൈസ് വെള്ളം വരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളം കുറവായതാണ്. എന്നാലും ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്.
വെള്ളം കുറവാണ്. പ്രകൃതി രമണീയതയാണ് ഇവിടുത്തെ പ്രത്യേകത. വെള്ളം ഇല്ലാത്തോണ്ടാണ് ഇവന്മാരൊക്കെ ചാടുന്നത്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞത് ആ ഒരു ഇതിന്റെ പുറത്തൂടെ വെള്ളം ചാടുന്ന സ്ഥലമാണ്, ചാടി വരാറ്. ഇപ്പൊ വെള്ളം കുറവാണ്. പിന്നെ ഇത് ആ സൈഡ് ഉണ്ട്, നമുക്ക് അതിൽ വഴി ഇങ്ങനെ ഒഴുകി അങ്ങ് വരെ പോവാം. അതാ എന്താ പാമ്പാ? ആരാ പോയെ? അളിയനാണ്. ഒരു കഴിവില്ലാത്തൊരു ചാൻസ്. അപ്പോ നീന്താൻ അറിയാത്ത ഞാനിതിനകത്ത് ഇറങ്ങി മുങ്ങിച്ചാവാനാണ്. ഓ കാടും വീടും നരസിംഹം, കാടും വീടും നരസിംഹം. ഏത് നരസിംഹം ഇത്? അമ്പോ ജീൻസിന് വെയിറ്റ് കൂടി. This is bad entertainment. വെക്കോ, ആ വഴിയൊക്കെ വെക്കോ. മൊത്തം പാറയാണ്. നല്ല വഴുക്കലുണ്ട് ഗൈസ്. കളിയാനൊക്കെ അവിടെ സെറ്റായി. ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ് എത്താത്ത. ഇതുങ്ങളൊക്കെ അവിടുത്തെ ചെല്ലുന്ന ടൈപ്പാണ്. ഇവിടുത്തെ ചാടി ചാടി കിടക്കുന്ന കുരങ്ങ് ടീംസാണ് ഇതുങ്ങളൊക്കെ. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പെട്ടു. അമ്മേ അല്ലോ. ആ ഇവിടെ വളർന്ന പിള്ളേരാണ്. അന്ന് ഞാൻ മാത്രം നനഞ്ഞു, നിങ്ങളൊക്കെ ഇതുവഴി വന്ന്. ചെരുപ്പിട്ട് വന്ന് ഞാൻ ഇത്രയും നനഞ്ഞു. ഷൂട്ട് വന്നതിന് വിശാലത അവിടെ നനയാണ്ട് പോയി കേട്ടോ. പാറപ്പുറത്തൂടെ ചാടി ചാടി പോയതെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പറ്റിയ പരിപാടിയല്ലേ കഴിച്ചത്. അതും പ്രത്യേകിച്ച് ഈ കായംകുളം ഏരിയ എന്നുള്ളവർക്ക് മല, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് കടലേരിയ കിടക്കുന്ന ടീംസാണ്. ഈ മല നമുക്ക് പറ്റിയ പരിപാടിയല്ലേ. ഇതൊക്കെ മലയണ്ണാൻ ടീംസാ. ഇതൊക്കെ പോവാൻ പറ്റുള്ളൂ. അല്ലോ വ്ലോഗ് എടുക്കട്ടെ. പോവാൻ പിടിച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ പൈസ. ഇവിടെ വളർന്നവർക്കൊക്കെ ഓടിച്ചാടി നടക്കാം. ഇതിങ്ങളൊക്കെ പോലെ നമ്മളൊക്കെ അതിൽ കിടന്ന്, ഞാനൊക്കെ അതിൽ കിടന്ന് തുഴയോ അപ്പുറത്ത് ഇപ്പറ വരണോക്കി. ഇന്നപ്പോ അത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി നാളെ. ഓക്കെ ബൈ.